ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വേറെ എവിടേക്കല്ല കേട്ടോ. മനസ്സിലായില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ. നമ്മുടെ വല്ലങ്ങി പന്തലാണ് കേട്ടോ അത്. പന്തലിൻ്റെ ബാക്ക് വശമാണ്. അപ്പോൾ നമ്മൾ നല്ലോണം തിരക്കുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലോണം തിരക്കാണ്. നമ്മൾ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് സമയമായി എഡിറ്റ് ചെയ്യാനുള്ള സമയം കാരണം കേട്ടോ. നമ്മുടെ ഫ്രണ്ട് വശത്തൂടെ പോത്തുണ്ടി റോഡാണ് കേട്ടോ. അപ്പോൾ പോലീസ് സ്റ്റേഷനും ഹോസ്പിറ്റലൊക്കെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ നെന്മാറ വേല തുടങ്ങുന്ന എല്ലാ കടകളും എല്ലാ പോലീസ് സ്റ്റേഷനും ഹോസ്പിറ്റൽ പറഞ്ഞ പോലെ എല്ലാം അടിപൊളിയാക്കി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നെന്മാറ പന്തലാണ് കേട്ടോ. പന്തൽ നമ്മുടെ പോത്തുണ്ടി റോഡിലാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം, ക്ലിയറായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പന്തൽ കാണുന്നത്. നെന്മാറക്കാരിയാണെങ്കിൽ കൂടി ഇത്ര കൊല്ലമായിട്ട് നമ്മൾ പന്തൽ കാണാൻ പോലും പോയിട്ടില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, വേറൊന്നുമല്ല. അപ്പോൾ ഇതേ കണ്ടില്ലേ, പന്തൽ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ രാത്രി ആദ്യമായിട്ടാണ് കേട്ടോ പന്തലൊക്കെ കാണുന്നത്. ഇതേ കണ്ടില്ലേ, മീനൂട്ടിയുണ്ട് കേട്ടോ. മീനൂട്ടിനെ കൊണ്ടുവന്ന പാടെ മീനൂട്ടി പിന്നെ വേറെ നോക്കുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ടോയെന്നാണ് കേട്ടോ മീനൂട്ടിൻ്റെ ശ്രദ്ധ മുഴുവൻ. അപ്പം നമ്മളിത് പന്തലൊക്കെ കഴിഞ്ഞു. നെന്മാറ പന്തലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് ഒന്ന് തൊഴുതാൻ കയറാൻ പോകും കേട്ടോ. അപ്പോൾ തൊഴുതിന് അവിടെയൊക്കെ നിറയെ ജനക്കൂട്ടം ഉണ്ടാവും. ഇപ്പം തന്നെ നല്ലോണം തിരക്കായി. പിന്നെ എല്ലാ സാധനങ്ങളും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പന്തൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ കൊടുക്കുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. നെന്മാറ പന്തലാണത്. ഇതേ കണ്ടോ, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലും. ഇത് വന്നിട്ട് നമ്മുടെ വല്ലങ്ങി പന്തലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കാണേണ്ട കാഴ്ചയാണ് കേട്ടോ പന്തൽ. അപ്പോൾ അതേ അമ്പലമൊക്കെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് കേട്ടോ. ഓരോ ഡിസൈൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന പ്രത്യേക കഴിവ് തന്നെയാണ് കേട്ടോ. ആൾക്കാരുടെയൊക്കെ തല എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അത്രയും കഴിവോടെ ചെയ്ത പണികളാണ് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. ഏകദേശം എല്ലാവരും കാണാനായിട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് വരാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ട് വെളിയിലെ കാഴ്ച കാണാം കേട്ടോ. എല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കി നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ പെൺകുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങളാണ് കേട്ടോ അതവിടെ മൊത്തം ഉള്ളത്. കമ്മലിൻ്റെ ഐറ്റം കേട്ടോ. മീനൂട്ടിൻ്റെ ഐറ്റം. മീനൂട്ടി കുറേയൊക്കെ ഇങ്ങനെ ഒന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇരുന്നാണ് കേട്ടോ. അടിപൊളിയായിട്ട്. ഇത് നമ്മുടെ വല്ലങ്ങിയിലെ പന്തലാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിനും അവർ നേരത്തെ ഇതിട്ടു കേട്ടോ. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് കണ്ടില്ല, അല്ലെങ്കിൽ നെന്മാറ തുടങ്ങണുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ സൈഡ് വന്നിട്ട് പടക്കത്തിൻ്റെ ആൾക്കാരൊക്കെ അവിടെയൊക്കെ നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ. പടക്കപ്പണിയൊക്കെ ഉണ്ട്. നമ്മൾ പടക്കപ്പണിയൊന്നും കാണാൻ നിൽക്കുന്നില്ല. അപ്പോൾ കുറച്ച് ഇരുട്ടാവും. നമ്മൾ ഒരുപാട് സമയമായി യാദൃശ്ചികമായി എത്തിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ്, ഒന്നും പറയാനില്ല. ഒരുപാട് പേര് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇപ്പം തന്നെ ടെൻറ്റിങ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പേരിനെയൊക്കെ കണ്ടു കേട്ടോ. ഒരുപാട് ഇംഗ്ലീഷുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കോളേജിൻ്റെ വഴിക്ക് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും വണ്ടിയൊന്നും അങ്ങോട്ട് ഇപ്പം തന്നെ കയറ്റി വിടാത്ത വിധമാകും കേട്ടോ. കുറച്ചും കൂടി സമയമായി കഴിഞ്ഞാൽ കുറച്ചും കൂടി നേരം വൈകും തോറും നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നല്ലോണം തിരക്കാണ്. അപ്പോൾ ഓരോ ഡെക്കറേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ പന്തൽ വർക്കിൽ. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ പാടത്തൊക്കെ ഇങ്ങനെ വന്നു. നമ്മുടെ നെല്ലിക്കാടാണ് കേട്ടോ സ്ഥലം. അടിപൊളി കാഴ്ചയാണ്. നമ്മുടെ അമ്പലം കാണിച്ചു തരാം കേട്ടോ. അമ്പലം തൊട്ട് തന്നെയാണ് കേട്ടോ അതായത് നിൽക്കുന്നത്. അപ്പോൾ അടിപൊളി കാഴ്ചയാണ്. നമ്മുടെ ഈ മലൻ്റെ മുകളിലൊരു നെല്ലിക്കാട് അമ്പലത്തിൻ്റെ മലൻ്റെ മുകളിലാണ് കേട്ടോ വിളക്ക് വെച്ചിരിക്കുന്നത്. അടിപൊളി കാഴ്ചയാണ് അതിൻ്റെ അടിയിൽ കൂടെ. അപ്പോൾ ഇതൊക്കെ കൊണ്ടൊന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ആസ്വദിക്കുക. വേലയ്ക്കൊന്നും നമുക്ക് പിന്നെ പോകാൻ കൂടി പറ്റില്ല കേട്ടോ. അത്രയും തിരക്കായിരിക്കും. നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് നെന്മാറ അയിലൂർ വീട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ ഏകദേശമൊക്കെ ബ്ലോക്കായിരിക്കും കേട്ടോ. ഏകദേശം ഓരോരോ സൈഡ് നമ്മളൊക്കെ വന്നത് അയിലൂരാണ്. അയിലൂരൊക്കെ നല്ലോണം തിരക്കായിരിക്കും. അതേപോലെ കോളേജിൻ്റെ അവിടെ NSS കോളേജിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഒന്നും അധികമായിട്ട് പോയിട്ടില്ല കേട്ടോ. പന്തൽ കാണാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് പോയിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ പന്തലിൻ്റെ 2 ദിവസം മുന്നേ വന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നെന്മാറ വേലയ്ക്ക് വന്നവരെല്ലാവരും കമൻറ്റ് ഇടണം മറക്കരുത്. അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ആസ്വദിച്ച് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് അമ്പലത്തിൻ്റെ അവിടെയാണ് കേട്ടോ. ഇപ്പോൾ തിരിച്ച് വരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വരുന്ന വഴിക്ക് നമ്മളൊരു പരിപാടിയും കൂടി കണ്ടു കേട്ടോ. അത് കണ്ട് വീട്ടിലേക്ക് മടങ്ങിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.